മാർച്ച് മാസം 26-ാം തീയതി ബീഹാറിലെ നളന്ദയിൽ നടന്ന മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത്. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുവാനായി പോയ ഒരു സ്ത്രീ, അവരെ ഇരുട്ടിന്റെ മറവിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ആക്രമിക്കുന്നു. വസ്ത്രങ്ങൾ വലിച്ചു കീറി ലൈംഗികമായി അതിക്രമിച്ച് അവരെ തെരുവീതിയിലൂടെ നടത്തുന്നു. കൂടെ ഉണ്ടായിരുന്നവരോട് ഇത് മൊബൈലിൽ ചിത്രീകരിക്കാൻ പറയുന്നു. ഇത് കണ്ട് ഓടിക്കൂടിയ ജനം ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാവുന്നു. സമൂഹത്തെയോ നിയമത്തെയോ യാതൊരു ഭയവുമില്ലാതെ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തിയ കൊടും ക്രൂരത. 2 കുട്ടികളുടെ അമ്മയാണവർ. എങ്ങനെയോ ജീവൻ രക്ഷിച്ചവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പോലീസ് പോലും നോക്കുകുത്തികളാവുന്ന ഒരു രാജ്യത്ത് നിയമം അവരെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതും നോക്കിക്കാണേണ്ട കാര്യമാണ്. ഇവരുടെ പരാതി പ്രകാരം 3 യുവാക്കളാണ് ഇരുട്ടിന്റെ മറവിൽ ആദ്യം ഇവരെ ആക്രമിക്കുന്നത്. പരാതി കൊടുത്തതിന് ശേഷമാണ് വീഡിയോ ലീക്കായത് എന്നുള്ളതും ഞെട്ടലോടെ വേണം കാണാൻ. എന്തുതരം സമൂഹമായാണ് നാം മാറിക്കൊണ്ടിരിക്കുന്നത്? നമ്മളെ ഭയപ്പെടുത്തേണ്ടത് ഇവരെ ആദ്യം ആക്രമിച്ച ആ 3 പേർ മാത്രമല്ല. ഇത് കണ്ട് ഓടിക്കൂടി ഇതിനെതിരെ പ്രതികരിക്കാതെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ഈ ഒരു സമൂഹം തന്നെയാണ്. 3 ചെന്നായ്കൾ ഒരു ഇരയെ പിടിച്ചത് പങ്കിടാൻ ഓടിക്കൂടുന്ന മറ്റ് ചെന്നായ്കൾ. ഇതേ ബീഹാറിൽ ആൾക്കൂട്ടം ഒരു യുവാവിനെ തല്ലിക്കൊന്ന് അയാളുടെ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് അധികം ദിവസമായില്ല. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, പെൺകുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അവരെ പഠിപ്പിച്ച് വലുതാക്കി ഇന്ത്യയിലെ നരഭോജികൾക്ക് തിന്നാൻ കൊടുക്കുന്ന അവസ്ഥ. ഇന്ത്യയിലെ ഏതോ ഒരു സംസ്ഥാനത്ത് നടന്ന കാര്യം മാത്രമായി മലയാളികൾ ഇതിനെ കാണണ്ട. ഇതൊരു സൂചനയാണ്. സംഘപരിവാർ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കൊടിക്കീഴിൽ നിയമത്തെയോ സമൂഹത്തെയോ പേടിക്കേണ്ടതില്ല എന്നുള്ള നേർക്കാഴ്ച. ഗർഭിണിയായ ഒരു സ്ത്രീയെ വയലിലിട്ട് പീഡിപ്പിച്ച് അവളുടെ മൂത്ത കുട്ടിയെ ഭിത്തിയിലടിച്ചു കൊന്നവർ പറഞ്ഞ ഒരു വാചകമുണ്ട്, അങ്ങനെ ചെയ്തത് വളരെ രസമുണ്ടാക്കിയെന്ന്. അതേ മനോഭാവത്തോടു കൂടി തന്നെയാണ് ഈ കുറ്റവാളികളും പെരുമാറിയിരിക്കുന്നത്. ഒരു ദിവസം നമ്മുടെ നിശബ്ദത നമ്മളെ തന്നെ തേടിയെത്തും.